ഇപ്പൊ ഭംഗിവാക്ക് പറഞ്ഞെങ്കിലും സമയമാവുമ്പോ അവ ഒഴിഞ്ഞു മാറിക്കളയും. അങ്ങനെയൊന്നുമല്ല. ഇന്ന് ദിയമോളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പോയത് ആരാ? പ്രകാശ. ഈ പറയുന്ന ശരിയാണോടി? ശരിയാ. ഞാൻ പ്രകാശനോടൊന്നും പറഞ്ഞൊന്നുമില്ല, തന്നെ തന്നെ ചെയ്തതാ. ആ ശരിയായിരിക്കാം. ഈ മനം മാറ്റത്തിന് പിന്നിൽ അവനെന്തോ കാര്യലാഭമുണ്ട്. ഈ പ്രകാശന്റെ ഭാവവും പടുതിയൊക്കെ കാണുമ്പോ അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല. ആ അതാ ഞാനും പറഞ്ഞത്. ആ ഇതാ കുഴപ്പം. എന്റെ മോനൊന്ന് നന്നാവാൻ തീരുമാനിച്ചാലും ആരും അവനെ അംഗീകരിക്കില്ല. വന്ദനെ, നിനക്കിപ്പോ പ്രകാശിനെ കുറിച്ച് എന്താ തോന്നുന്നേ? മൊത്തത്തിൽ അവനൊന്നും മാറിയില്ലേ? വന്ദനമ്മ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ. എനിക്കറിയാം വർഷാന്റിനെ കുറിച്ചല്ല ആലോചിക്കുന്നേ. അത് മോൾക്ക് എങ്ങനെ അറിയാം? വർഷാന്റി കിടന്നിറങ്ങുന്ന സ്ഥലത്തല്ലേ ഞാനിപ്പൊ കിടക്കുന്നേ. ആ സ്ഥലം കാണുമ്പോ വന്ദനമ്മ വർഷാന്റിനെ ഓർത്തു പോകുന്നതാ. വർഷാന്റി കമ്പനിയിലെ MD ആയോ? ഇല്ല മോളെ. MD ആവുമ്പോ നമുക്ക് പോയി കാണണം. എന്തു വെച്ചു വന്ദനമ്മേ? എന്തോ ഒരു വിഷമം. എനിക്കൊരു കഥ പറഞ്ഞേരോ? അപ്പൊ വന്ദനമ്മയുടെ വിഷമൊക്കെ മാറും. കഥയൊന്നും പറയാൻ ഇപ്പൊ വയ്യ മോളെ. വന്ദനമ്മയ്ക്ക് നല്ല തലവേദന. ഇന്ന് ദിയമോളപ്പ വന്ദനമ്മേന്റെ കുട്ടിയും. ഞാനൊരു കഥ പറഞ്ഞു തരാം. അത് കേട്ട് കേട്ട് എന്റെ മോൾ അറിയണം കേട്ടോ? ശരി ദിയാമ്മേ. പണ്ട് പണ്ടൊരു കാട്ടാളനുണ്ടായിരുന്നു. ആ കാട്ടാളന് നാമം ജപിക്കാൻ അറിയില്ലായിരുന്നു. ഓ. വന്ദനമോൾ ഉറങ്ങിപ്പോയോ? ഇപ്പൊ അതുമായി എല്ലാ അർത്ഥത്തിലും ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? എന്റെ മോൻ വിയർപ്പൊഴുക്കി ഊറ്റിയുണ്ടാക്കിയ കാശ, ഒരു കൂര വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാശ. ഇങ്ങനെ പോയ അതെല്ലാം കണ്ണില് മുങ്ങിപ്പോവില്ലേടി? ഇതൊന്നും മാനവൻ അറിയണ്ട. എന്റെ കുഞ്ഞിനിത് സഹിക്കാൻ പറ്റത്തില്ല.
ഇതിന് മാത്രം ഞാൻ എന്ത് ദ്രോഹ ചെയ്ത് എന്നെ അങ്ങ് വിളിച്ചൂട്. മോളെ അത്രയ്ക്ക് എന്റെ ഈശ്വരം. എന്റെ മോൻ മോളെ ഇനി ഞാൻ എന്തെല്ലാം കാണണം ഈശ്വര. പെൻഷനായപ്പോ കിട്ടിയ പണം മുഴുവൻ വീട് പണി പോലും തുടങ്ങാതെ മനോജിന് കൊടുത്തവനാ ഞാൻ. ആ പണം മുഴുവൻ കുടിച്ചു കൂത്താടി കളയുകയാ. കഷ്ടപ്പെട്ട് വെയിലും മഴയും കൊണ്ട് ജോലി ചെയ്തുണ്ടാക്കിയ പണമാ. പണം ഉണ്ടാക്കുന്നവനെ എന്റെ ബുദ്ധിമുട്ടറിയൂ. ഏത് സമയത്താ എനിക്കിത് തോന്നിയതോ എന്തോ ഈശ്വര.